കോഴിക്കോട് ജില്ലാ കോടതിയിലും ടൗൺ പോലീസ് സ്റ്റേഷനിലും നടത്തിയ ടൗൺ എസ്ഐ വിമോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ എസ്ഐക്കെതിരെ 2 കേസുകൾ എടുത്തു. മാധ്യമപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തടഞ്ഞുവെച്ചതിനും മർദ്ദിച്ചതിനുമാണ് കേസ്. അതേസമയം കോഴിക്കോട് ബാർ അസോസിയേഷൻ പോലീസിന് പിന്തുണയറിയിച്ച് പ്രമേയം പാസാക്കി. ഐസ്ക്രീം പാർലർ കേസിലെ 2 ഹർജികൾ പരിഗണിച്ച കോഴിക്കോട് ജില്ലാ കോടതിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം ആദ്യം നടന്നത്. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏഷ്യാനെറ്റ് വാർത്താ സംഘത്തെ ടൗൺ എസ്ഐ വിമോദിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. വലിച്ചിഴച്ചാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരുന്നില്ല. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനാൽ കോടതിയിൽ സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ജില്ലാ ജഡ്ജി പരമേശ്വർ സുബ്രഹ്മണ്യ മുസഡ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകി. മാധ്യമങ്ങളെ കോടതി സമുച്ചയത്തിൽ വിലക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് അതിക്രമം നടത്തിയ ടൗൺ എസ്ഐ വിമോദിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ 1.5 മണിക്കൂറിലേറെ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് വൈകുന്നേരത്തിനകം നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ പിരിഞ്ഞുപോയി. പിന്നീട് ടൗൺ സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത ദൃശ്യമാധ്യമത്തിന്റെ DSNG പുറത്തേക്കെടുക്കുന്നതിനിടെയാണ് വീണ്ടും മാധ്യമപ്രവർത്തകരെ അസഭ്യം പറഞ്ഞ് അകാരണമായി കസ്റ്റഡിയിലെടുത്തത്. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ ടൗൺ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ ഉറപ്പു നൽകിയതോടെയാണ് 2 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലെ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ഓൾറെഡി സ്റ്റേഷനിലെ CCTV ക്യാമറ ഉണ്ട്. അതിൽ ഫുട്ടേജ് എടുക്കാൻ എന്തിവിടെ സംഭവിച്ചു അത് കറക്റ്റായിട്ട് അന്വേഷണം ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ, A. പ്രദീപ് കുമാർ MLA, DCC പ്രസിഡന്റ് KC അബു തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും KUWJ ഭാരവാഹികളുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാനായി ദില്ലിയിൽ ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. ഇന്നലെ ആരംഭിച്ച ചർച്ച ഇന്നും തുടരും. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം ഇന്ന് വിലയിരുത്തും. പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കുള്ള ചുമതലകളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. 45 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അർദ്ധരാത്രിയോടെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകും. ചാകര തേടി കടലിൽ പോകാനുള്ള അവസാന ഒരുക്കങ്ങളിലാണ് തീരദേശത്തുള്ളവർ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റിംഗും കഴിഞ്ഞു. കേടായ വലകൾ ശരിയാക്കിയും പുതിയ വലകൾ നെയ്തെടുത്തും തീരദേശം ഒരുങ്ങിക്കഴിഞ്ഞു. നാട്ടിലേക്ക് പോയ അന്യസംസ്ഥാന തൊഴിലാളികളും തിരികെ എത്തി. 45 ദിവസം നീണ്ട വറുതിയുടെ കാലം മറന്ന് കടൽ കനിഞ്ഞു തരുന്ന ചാകര തേടി അർദ്ധരാത്രി 12 മണിയോടെ ബോട്ടുകൾ കടലിലേക്ക് പോകും. കയറ്റുമതിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട കരിക്കാടി ചെമ്മീൻ, കളിമീൻ, കണവ എന്നിവയാണ് ബോട്ടുകാരുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരിക്കാടിയും കഴന്തനും CF-ഉം സ്കുഡും നിഡിൽ സ്കുഡും ഒക്കെ ഒട്ടഫാസൊക്കെ ലഭ്യമാകുന്ന സമയമാണിത്. പ്രായപൂർത്തിയെത്തി ഈ മൺസൂൺ കാല ടൈമിലാണ്. ഞങ്ങൾക്ക് വേണ്ടത് ട്രോളിംഗ് നിരോധനമല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒരു സമ്പൂർണ്ണ യന്ത്രവൽകൃത മത്സ്യബന്ധന നിരോധനമാണ്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് 27 വർഷം പിന്നിട്ടിട്ടും മത്സ്യസമ്പത്തിന് യാതൊരു വിധമായ വർധനവും കണ്ടിട്ടില്ല. ആ നിലയ്ക്ക് ഈ ട്രോളിംഗ് നിരോധനം ഈ നിലയിൽ നടത്തുന്നതിൽ യാതൊരു വിധമായ കാര്യവുമില്ല. മത്സ്യസമ്പത്ത് കുറയുന്ന സാഹചര്യത്തിൽ 45 ദിവസത്തെ ട്രോളിംഗ് നിരോധന കാലയളവ് വരും വർഷങ്ങളിൽ നീട്ടാനും സർക്കാർ ആലോചിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡിഫ്തീരിയ പ്രതിരോധത്തിന് ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറിയ വാക്സിനുകൾ മലപ്പുറത്തെത്തിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തുന്നു. ഇത് വിജയിച്ചാൽ 4 ലക്ഷം ഡോസ് DD വാക്സിൻ ജില്ലയിലെത്തും. ആവശ്യത്തിന് വാക്സിൻ ഇല്ലാത്തതിനാൽ സ്കൂളുകളിലെ പ്രതിരോധ കുത്തിവയ്പ്പിന് ആരോഗ്യവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് വാങ്ങുന്നത്. പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈദരാബാദിലെ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ കമ്പനികളുമായാണ് കോർപ്പറേഷൻ കരാറുണ്ടാക്കിയിട്ടുള്ളത്. ഈ കമ്പനികളിൽ പുതിയ ബാച്ചിന്റെ നിർമ്മാണം വൈകുന്നതാണ് ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനത്തെ ആശങ്കപ്പെടുത്തിയത്. ഇരു കമ്പനികളിലെയും കരുതൽ വാക്സിൻ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയിരുന്നു. തുടർന്നാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറിയ വാക്സിനുകൾ കേരളത്തിലെത്തിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. പരിശ്രമം വിജയിച്ചാൽ 4 ലക്ഷം ഡോസ് വാക്സിൻ ഇവിടെ എത്തും.
ജില്ലയിലെ 16 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പും നൽകാനാവും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കനത്ത മഴയെ തുടർന്ന് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. ബീഹാർ, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളായി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 59ആയി. വൻ നാശനഷ്ടമാണ് പ്രകൃതിക്ഷോഭത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ കനത്ത മഴ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻ ദുരന്തമാണ് വിതച്ചിരിക്കുന്നത്. ബീഹാർ, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലായി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 59 കവിഞ്ഞു. അസമിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചത്. 27 പേരാണ് അസമിൽ മാത്രം മരിച്ചത്. 28 ജില്ലകളെയും 30 ലക്ഷത്തിലധികം ആളുകളെയും വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 1,95,000 ഹെക്ടർ ഭൂമി ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മധ്യ അസമിലും താഴ്ന്ന പ്രദേശങ്ങളെയുമാണ് വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത്. ദാരംഗ്, മൊരിഗാവ്, ഗോൽപ്പാറ, ബോഗൈഗാവ് ജില്ലകളെയും വെള്ളപ്പൊക്കം ബാധിച്ചു. ബീഹാറിൽ 26 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഈസ്റ്റ് ചമ്പാരൻ, മുസാഫർപൂർ ജില്ലകളും വെള്ളത്തിൽ മുങ്ങി. ഒഡീഷയിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഇടിമിന്നലിൽ 30 പേരാണ് മരിച്ചത്. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ഒഡീഷയിലെ ഭദ്രാക്, ബാലസോർ, കുദ്ര, നയാഗ്ര, മയൂർഭഞ്ച് ജില്ലകളിലാണ് ശക്തമായ ഇടിമിന്നലുണ്ടായത്. വയലിൽ ജോലി ചെയ്യുന്നവരെയാണ് ദുരന്തം ഏറെയും ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്. ഇനി ഒളിമ്പിക്സ് കാഴ്ചകളിലേക്ക്. റിയോ ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിന്റെ മൈക്കിൾ ഫെലിപ്സ്, സജൻ പ്രകാശ്. ദില്ലിയിലെ താൽക്കത്തോറ അക്വാറ്റിക് സെന്ററിൽ പരിശീലനം നടത്തുന്ന സജൻ ഇന്ന് റിയോയിലേക്ക് തിരിക്കും. റിയോ ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഏക പുരുഷ നീന്തൽ താരമാണ് ഈ മലയാളി. സെമി ഫൈനലിലെങ്കിലും എത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സജൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഓളപ്പാത്തികളെ മുറിച്ച് സുവർണ മത്സ്യങ്ങൾ നീലജലത്തിലൂടെ ചീറിപ്പായുന്ന അത്ഭുതാവഹമായ കാഴ്ചയ്ക്ക് ഇനി 5 ദിനരാത്രങ്ങൾ മാത്രം. എസ് രാജീവ് ത്രില്ലിലാണ്. ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങളുടെ റഫറിയാവാൻ 2006 അംഗരാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 24 പേരിലൊരാൾ. ആരും ത്രില്ലടിച്ചു പോകും വിധം സ്വപ്നതുല്യമായ പദവിയാണ് ഈ പിരപ്പൻകോടുകാരൻ നീന്തിയെത്തിയിരിക്കുന്നത്. ലോകം ഒരു ചെറിയ പന്ത് പോലെ ചുരുങ്ങുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കായികമേളയ്ക്ക് റഫറിയായി തീരുക എന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് രാജീവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏക നീന്തൽ താരം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു, അതൊരു മലയാളിയാവുന്നു. ആ മലയാളിയുടെ കൂടെ പോകുന്ന പരിശീലകൻ ഒരു മലയാളിയാകുന്നു. ആ മത്സരം നിയന്ത്രിക്കാൻ ഒരു മലയാളിയായി എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അത് ഒരു അപൂർവ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്താരാഷ്ട്ര റഫറിമാരുടെ പാനലിൽ അംഗമായ രാജീവ് 22ഓളം അന്താരാഷ്ട്ര നീന്തൽ മത്സരങ്ങളിൽ ഇതിനു മുമ്പ് റഫറിയായിരുന്നിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ അഭിമാനം കലർന്നൊരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ലെന്ന് രാജീവ് തന്നെ പറയുന്നു. അതിൻ്റേതായ വിധത്തിലുള്ള ചില ടെൻഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ആ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കാൻ കഴിയും. കേരളത്തിലെ നീന്തൽ പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികന്മാരിൽ ഒരാളായ എൻ പരമേശ്വരൻ നായരെന്ന സ്വന്തം അമ്മാവൻ നീറ്റിലിറക്കിയ എസ് രാജീവ് ഭൂഖണ്ഡങ്ങളും താണ്ടി ബ്രസീലിയൻ തലസ്ഥാനത്തെത്തുമ്പോൾ ഇന്ത്യ ഒളിമ്പിക്സിന് മുമ്പേ മെഡൽ സ്വന്തമാക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ കായിക യശസ് വാനോളം ഉയർത്തിയാണ് എസ് രാജീവ് റിയോ ഡി ജനീറോയിലേക്ക് പറക്കുന്നത്. ഒളിമ്പിക്സിനുള്ള വിസിൽ മുഴങ്ങുമ്പോൾ എസ് രാജീവിനെ ഓർത്ത് ഏതൊരു മലയാളിക്കും ഇനി അഭിമാനിക്കാം. ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. റിയോ ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിന്റെ മൈക്കിൾ ഫെലിപ്സ്, സജൻ പ്രകാശ്. ദില്ലിയിലെ താൽക്കത്തോറ അക്വാറ്റിക് സെന്ററിൽ പരിശീലനം നടത്തുന്ന സജൻ ഇന്ന് റിയോയിലേക്ക് തിരിക്കും. റിയോ ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഏക പുരുഷ നീന്തൽ താരമാണ് ഈ മലയാളി. ഇത്തവണത്തെ റിയോ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൽ ഒരു മലയാളിയുമുണ്ട്, സജൻ പ്രകാശ്. ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം മികവാർന്ന പ്രകടനം പകരം വയ്ക്കാനാകാതെ നേടിയാണ് ഈ താരം ഈ റിയോയിലേക്കുള്ള ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കടക്കാം. ആദ്യമായി റിയോ ഒളിമ്പിക്സിലേക്ക് പോവുകയാണ്. എന്തെല്ലാമാണ് പ്രതീക്ഷകൾ സജന് മുന്നിലുള്ളത്? എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേഴ്സണൽ ബെസ്റ്റ് ടൈം ചെയ്യണം. അതിനുവേണ്ടി നിറയെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെമി ഫൈനൽ എത്താൻ എനിക്കൊരു ആഗ്രഹം. ഇത്ര മാത്രമാണ് പരിശീലന മുറകൾ എങ്ങനെയാണ്? മോർണിംഗ് എപ്പോഴും ഒരു 2 hours ചെയ്യും, ഈവനിങ് 2 hours. പിന്നെ അതിന് മിഡിൽ സെഷന് ഡ്രൈ ലാൻഡ് 1.5 hour ഉണ്ടാകും. എവറി ഡേ സ്വിം ചെയ്ത് നോക്കിയാൽ ഒരു 16 kilometers. പക്ഷേ ഡ്രൈ ലാൻഡ് ഹാർഡാണ് അത്. ഇടുക്കിയിൽ നിന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ചുള്ള ഏക പുരുഷ നീന്തൽ താരമായി റിയോയിലേക്ക് സജൻ യോഗ്യത നേടിയത് വെല്ലുവിളികൾ ഏറെ കടന്നാണ്. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ 1.59 സെക്കൻഡിന്റെ റെക്കോർഡോടെ മുൻ ഒളിമ്പ്യന്മാരായ സന്ദീപ് സെജ്വാൾ, വീർദവാൽ ഗാണ്ഡെ, ആരൺ ഡിസൂസ എന്നിവരെ മറികടന്ന്
ബ്രസീലിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിയുള്ള പരിശീലനമാണ് സജൻ നടത്തുന്നതും. ഇന്ന് റിയോയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായി സജൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സെമി ബർത്ത് ലഭിക്കാൻ 1.57 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യേണ്ടി വരും. ദേശീയ ഗെയിംസിൽ 6 സ്വർണം നേടിയ സജന്റെ നേട്ടം റിയോയിലെ പ്രതീക്ഷകളും ഉയർത്തുന്നു. തിരികെ വാർത്തകളിലേക്ക്. ബി.ജെ.പി. മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണനും 1000-ലധികം പ്രവർത്തകരും പാർട്ടി വിടുന്നു. ബി.ജെ.പി. വിട്ട ഇവർ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി പുനഃസംഘടനയിൽ നേരിട്ട കടുത്ത അവഗണനയാണ് ഇവരെ ബി.ജെ.പി. വിടാൻ പ്രേരിപ്പിച്ചത്. പാർട്ടി പുനഃസംഘടനയിൽ 1000-ലധികം വരുന്ന പ്രവർത്തകരെ അവഗണിച്ചതിനെ തുടർന്നാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന AG ഉണ്ണികൃഷ്ണൻ ബി.ജെ.പി. വിടാൻ തീരുമാനിച്ചത്. അവഗണന ദേശീയ അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വവുമായും സംസാരിച്ചു. പക്ഷേ തഴഞ്ഞവരെ പരിഗണിക്കാൻ പാർട്ടി തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിൽ ഇനി ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഏറ്റവും അവസാനം അഖിലേന്ത്യാ പ്രസിഡന്റിനെ വരെ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രദ്ധയിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിന് യാതൊരു പരിഹാരവും ഇല്ലാത്ത സ്ഥിതിയിൽ ഇങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടുള്ള സജീവ പ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിച്ചാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സാധാരണപ്പെട്ട ആളുകൾ എന്ന നിലയിൽ സാധാരണപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, ഇടത്തരക്കാരായ ആളുകൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തവരെയാണ് ഓരോ പ്രധാന സ്ഥാനങ്ങളിലും ഇരുത്തിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ അറിയാത്തവരാണ് പുതിയ പല ഭാരവാഹികളും. ഉണ്ണികൃഷ്ണനോടൊപ്പം നിരവധി പ്രവർത്തകരും നേതാക്കളും ബി.ജെ.പി. വിട്ട് ഇടതുപക്ഷത്തിൽ ചേരും. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, 6 വർഷം സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ ഉണ്ണികൃഷ്ണൻ വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. KM മാണിയെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി മാണിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. മാണി UDFന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ തർക്കങ്ങൾ തീർന്നിട്ടില്ലെന്നും ചാൽക്കുന്ന് ക്യാമ്പിന് ശേഷം കാത്തിരുന്ന് കാണാമെന്നും മാണി പ്രതികരിച്ചു. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് KM മാണിയും കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടരുമ്പോഴാണ് ഉമ്മൻചാണ്ടി KM മാണിയുടെ പാലായിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തി. ജോസ് കെ മാണി MP സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉമ്മൻചാണ്ടി KM മാണി UDFന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കി. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ തുടക്കം മുതലുള്ള നേതാവാണ് മാണി സാറ്. അപ്പം UDFന്റെ അവിഭാജ്യ ഘടകമാണ് മാണി സാറ്. മാണി സാറില്ലാത്ത UDFനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. അതേസമയം UDFൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസവും തർക്കവും നിലനിൽക്കുന്നുണ്ടെന്നും KM മാണി ആവർത്തിച്ചു. ഞങ്ങൾക്ക് UDFുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് ഞങ്ങൾ ചലക്കുന്ന ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ഏകപക്ഷീയമായി തന്നെയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും KM മാണി പറഞ്ഞു. ഉമ്മൻചാണ്ടി KM മാണി കൂടിക്കാഴ്ചയിലും യാതൊരു സമവായവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആഗസ്റ്റ് 6-7 തീയതികളിൽ ചരക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃക്യാമ്പ് നിർണായകമാകും. അതുവരെ കാത്തിരുന്ന് കാണാം എന്ന സന്ദേശം തന്നെയാണ് KM മാണി കോൺഗ്രസിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.